കോൺഗ്രസ് സഹയാത്രികൻ ബി റെജിയിലേക്കാണ്. ബി റെജി, അങ്ങ് മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ ആർ വി ബാബു ഈ ചർച്ചയിൽ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് വന്ന വിഷലിപ്തമായ ഒരു ഉസ്താദിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും വളരെ വൈറലാണ്. നമുക്കറിയാമല്ലോ, ഓണം എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷമാണ്, കേരളത്തിൻ്റെ ആഘോഷമാണ്. ഇതിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികൾ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം, തീർത്തും വർഗീയമായ ഒരു ആഹ്വാനം ഉണ്ടായി. ഒരു നടപടിയും ഉണ്ടായില്ല. അതിനു മുൻപ് സ്ത്രീകളെ ബാധിക്കുന്നൊരു വിഷയമാണ്. പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്, ചില ആളുകളെയൊക്കെ ഇങ്ങനെ വശീകരിക്കാനാണ് എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നടത്തിയ മറ്റൊരു ഉസ്താദ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലായിട്ടുണ്ട്. ഞാൻ ഓരോരോ ഉദാഹരണങ്ങൾ എടുത്തു പോകുന്നില്ല. പക്ഷേ ചില കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പാടെ തമസ്കരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ കുറേ നാളുകളായി ഉണ്ട്. അത് ഇടതായാലും വലതായാലും. അത് തന്നെയാണ് സണ്ണി കബിക്കാടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് പറഞ്ഞു കേട്ടിടത്തോളം അങ്ങേയറ്റം ഫേക്കായ ഒരാൾ, ആ ഒരാൾ കോൺഗ്രസിന് തന്നെ വലിയ ബാധ്യതയായ ഒരാളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ ആളെ ഇപ്പോഴും ഒരു നടപടിയും എടുക്കാത്തതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് ശ്രീ അരുൺ മോഹൻ പറഞ്ഞു വെച്ചത്. റെജിയുടെ പ്രതികരണം. നീലിമ, ഇത് വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതായത് വിശ്വാസികൾക്ക് അവരുടെ അവർ ഏത് വിശ്വാസ സംഹിതയിൽ പിന്തുടരുന്നുവോ അതിനെ പൂർണ്ണമായിട്ടും പിന്തുടരുവാനുള്ള സമ്പൂർണ്ണ അവകാശം അവർക്കുണ്ടാവും. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ തന്നെ അവരുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ ജീവിപ്പിക്കുകയും വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്, അവരുടെ ജീവിതത്തിനൊരു പ്രത്യാശ നൽകുന്നതാണ്, അവരുടെ ബലമാണ്. വിശ്വാസ പ്രമാണങ്ങളെ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 46 ലക്ഷം ജാതികളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരനും അവന് ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കുവാനും ആചാരങ്ങൾ പിന്തുടരുവാനും അനുഷ്ഠാനങ്ങൾ ആചരിക്കുവാനും ഉള്ള എല്ലാ അവകാശത്തെയും സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ നിലപാടാണ് കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും നിലപാടുകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമമാണ് അവർക്ക് ബാധകം. അതിൽ ഒരു തർക്കവുമില്ല. അതിൽ ഒരാളെയും സംരക്ഷിക്കില്ല. അതായത് മതപരമായ വിവേചനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുവാനുള്ള അവസരം നൽകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ാണ് ഈ സണ്ണി കബിക്കാടിനെതിരെ ഉയർന്നിരിക്കുന്നത്. എന്നിട്ടും നോക്കൂ, അരുൺ മോഹൻ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് പരാതി നൽകിയിട്ട്. ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അരുൺ മോഹനെ പോലെ നിരവധി പേർ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ ഈ രീതിയിൽ സണ്ണി കബിക്കാടിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. റെജി, കബിക്കാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു അജണ്ട, വലിയൊരു അജണ്ട കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു ടൂളാണ് ഈ പറയുന്ന സണ്ണി. ആ സണ്ണിയെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ബാധ്യതയാണ്. അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നല്ലേ പറയേണ്ടി വരുള്ളൂ. ഒരിക്കലുമല്ല നീലിമ, അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള സങ്കല്പങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും കടന്നു പോകുന്നത്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ടൂൾ അല്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതോ ഒരു സ്വതന്ത്ര ചിന്തകനായി ദളിത് ആക്ടിവിസ്റ്റായി മാത്രം സണ്ണി കബിക്കാട് നിൽക്കുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? നോക്കൂ, ഞാൻ സണ്ണി കബിക്കാട് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ ഏതെങ്കിലും ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും പിന്തുണയ്ക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലിയെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ? ഇത് ഒരു ജാതീയമായിട്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിലപാടുകളുമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ നമുക്ക് സമീകരിക്കാൻ സാധിക്കില്ല. അത് ആ ശൈലി നമുക്കൊരു രീതിയിലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വർഗീയമായ ഒരു ചേരിതിരിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. എല്ലാ മനുഷ്യരും അവർ ഇഷ്ടപ്പെടുന്ന വിശ്വാസ പ്രമാണങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തിൽ മുന്നേറുക എന്നുള്ളതാണ്. സണ്ണിയും കബിക്കാട് നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരല്പം നമ്മളൊന്ന് സംപ്രേഷണം ചെയ്യേണ്ടതുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലായിരുന്നു. അതിൽ ഇസ്ലാം മതത്തെ വാനോളം പുകഴ്ത്തുകയും ഹിന്ദു മതത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്ന സണ്ണി കബിക്കാടിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴും ഹിന്ദു മതത്തിനെതിരെ വലിയ
വിമർശനങ്ങൾ ഉയർത്തുന്നു, അപകീർത്തികരമായ അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തുന്നു. പക്ഷേ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും ഒരു നടപടിയും ഇയാൾക്കെതിരെ ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് മറുവശത്ത് ചില സംവിധാനത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത്. അയാളുടെ വാക്കുകളൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. പരസ്പരം കൊന്നും ചത്തും ജീവിച്ചൊരു ജനാവലിയെ ഏകോപിപ്പിക്കാൻ ഒരു വലിയ മൂല്യത്തെയാണ് നബി സ്ഥാപിച്ചെടുത്തത്. ജീവിത ബോധത്തെയാണ് സ്ഥാപിച്ചെടുത്തത്. പരസ്പരം സഹായിക്കുകയും സഹോദര്യപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണെന്ന് ഒരുപക്ഷെ പ്രിമിറ്റീവ് എന്ന് ഇപ്പൊ പറയല്ലോ, 8ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണെന്നാണ് പറയുന്നവന്റെ മതം BC ഉണ്ടായതാണെന്ന് ഓർക്കണം. 8ാം നൂറ്റാണ്ടിലെയോ അതുണ്ടായത്. BC മതത്തിന്റെ വക്താവാണ് പറഞ്ഞത് 8ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് ഇസ്ലാം. ഇത് ഈ ഇസ്ലാം വിശ്വാസികളുടെയും പിന്നെ ഈ ഹിന്ദു മതം എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടല്ലോ. അത് ഞാൻ തുറന്ന് പറയുകയാണ്. അങ്ങനെ മതമുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ റജി, ഇതാണ് ഇയാളുടെ മനസ്സിലിരിപ്പ്. നോക്കൂ, സംവരണ ആനുകൂല്യങ്ങൾ നേടി ജോലി കിട്ടാൻ വേണ്ടി ഹിന്ദു മതത്തിൽ നിൽക്കുകയും ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്ത വ്യക്തിയെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നോക്കൂ, ഒരു മതത്തെ അങ്ങേയറ്റം പുകഴ്ത്തുക, മറ്റൊരു മതത്തെ അങ്ങേയറ്റം ഇകഴ്ത്തുക, ഇതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ LDF ഭരിക്കുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇതിനൊക്കെ എതിരെ ഒരു നടപടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അത് അംഗീകരിച്ച് പറ്റൂ ശ്രീ റജി? നോക്കൂ, നീലിമ, ഞാൻ സൂചിപ്പിക്കുന്ന എന്താണ്, ഓരോ മനുഷ്യർക്കും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരവും നീതിന്യായ വ്യവസ്ഥകൾ പ്രകാരവും ഇഷ്ടമുള്ള വിശ്വാസം അത് വിശ്വസിക്കുവാനും അത് സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ചിന്തിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ആ ഒരു ഒറ്റ കാരണത്താൽ ഒരാൾ സ്വമേധയാ ഒരു മതവിശ്വാസത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം ആചരിക്കുന്നത് കൊണ്ടോ അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ നിയമത്തിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾക്കെതിരെ ഒരു നടപടി, ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ മതത്തെ വിമർശിക്കുകയും ആ അപര മതക്കാരുടെ വികാരങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നത് കുറ്റകരമാണ് ശ്രീ ബി റജി. ആ കുറ്റകരമായ ഒരു കാര്യമാണ് സണ്ണി കബിക്കാടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് നിങ്ങളടക്കം ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. നോക്കൂ, ഇത് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വിഷയമൊന്നുമല്ല. നോക്കൂ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരാൾക്കെതിരെ ഒരു കേസെടുക്കണമെങ്കിൽ, ഒരാളെ ജയിലിലടയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെങ്കിൽ നിലവിലുള്ള ഒരു നിയമത്തെ അയാൾ ലംഘിച്ചിരിക്കണം. നിലവിലുള്ള നിയമത്തെ ലംഘിക്കാതിരുന്നാൽ